Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഐറ്റമാണ് സീ ഫുഡ്. പ്രത്യേകിച്ച് നമ്മളുടെ ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷ് എന്ന് പറയാൻ പറ്റുന്നത് തീയലാണ്. ചെമ്മീൻ തീയൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റും നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ആരംഭിക്കാം. ആദ്യം ഇതിന് നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു മൺചട്ടി എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നോർമൽ പാനോ നോൺ സ്റ്റിക്ക് പാനോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൺചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ചിരവി എടുത്ത് വെച്ച 1 കപ്പ് തേങ്ങ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. അതുമാതിരി തന്നെ ഒരു 4-5 ചെറിയുള്ളി നമ്മൾ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടതിന് ശേഷം ഒരേതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം നമ്മൾ കുറച്ച് നേരം സിമ്മറിൽ വിട്ട് നന്നായിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് റോസ്റ്റ് ചെയ്ത കോക്കനട്ട് ഒരു ബ്ലെൻഡിങ് ജാറിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. അതുമാതിരി തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ തന്നെ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റ് ബ്രൗൺ കളറല്ല, ഡാർക്ക് ബ്രൗൺ കളർ തന്നെ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. റോസ്റ്റ് ചെയ്ത കോക്കനട്ട് നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡറിലേക്ക് ഇടാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത തേങ്ങ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, അടുത്തായി വീണ്ടും നമ്മൾ സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമ്മളുടെ മൺചട്ടി നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഇതള് കറിവേപ്പിലയും 2 വത്തലമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, നടുവേ കട്ട് ചെയ്ത 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, നടുവേ കട്ട് ചെയ്ത 2 ഗ്രീൻ ചില്ലി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞ കുഞ്ഞുള്ളി നമുക്കൊരു 10 എണ്ണം ഇതിലേക്ക് ഇടാം. കുഞ്ഞുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നന്നായി കുക്കാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുഞ്ഞുള്ളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുഞ്ഞുള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സ്പൈസസ് നന്നായി റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ ചെമ്മീനാണ്. ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചെടുത്ത മസാല നമുക്ക് ചെമ്മീനിലേക്ക് ഇടാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളംപുളി നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് ചട്ടിയിലേക്ക് നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ ഇതിൽ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് 2 ഇതള് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റെസിപ്പിയിൽ നമുക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഷ്രിമ്പാണ്. നിങ്ങൾക്ക് വലിപ്പമുള്ള ഷ്രിമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഷ്രിമ്പോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ നമ്മൾ ചെമ്മീൻ എപ്പോഴും നമ്മൾ മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ എപ്പോഴും ഒരു റബ്ബറി ടെക്സ്ചറിലേക്ക് പോകും. അപ്പോൾ കഴിച്ച് നമ്മളുടെ ഇന്ന് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മളുടെ പിക്കിൾ സെലക്ഷൻ്റെ ലാബിലെ സ്റ്റാഫാണ്. യെസ്,
എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചെമ്മീൻ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ നല്ല ടേസ്റ്റ് ആണ് ഇരിക്കുന്നത്. ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അറിയത്തില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് നമ്മുടെ കമന്റ് സെക്ഷൻ എഴുതിയിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കുക. അതുമാതിരി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.